ആറ്റുകാലമ്മയെ കാണാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം നൽകി അവർക്കൊരു അവരുടെ ആരോഗ്യം നിലനിർത്തുക. കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലത്തിൽ വന്നപ്പോൾ കണ്ടിരുന്നു ക്ഷീണം കൊണ്ട് വലഞ്ഞ ആൾക്കാർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വർഷം ഈ ഒരു സന്നദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ മനസ്സിൽ വരുന്നത്? ഓം ശ്രീ സായിറാം. ഈ 2026 ആറ്റുകാൽ ദേവിയുടെ തിരുനടയിൽ വരുന്ന 10,000-കണക്കിന് ഭക്തജനങ്ങൾക്ക് ഔഷധക്കൂട്ട് കലർത്തിയ ദാഹജലം. ഔഷധക്കൂട്ട് കലർത്തിയ ദാഹജലം എന്ന് പറയുമ്പോൾ അതിൽ സർവ്വസുഗന്ധി ഇല, അതിൽ രാമച്ചം, ദാഹശമനി, കറുവപ്പട്ട, ചുക്ക് ഇത്യാദികളിട്ട് തിളപ്പിച്ച് ആറ്റിയ ജലമാണ് നമ്മൾ ഈ ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ലൈനിൽ നിൽക്കുന്ന 100 കണക്കിന് ഭക്തജനങ്ങൾക്ക് അവരുടെ ഈ വേലിക്കകത്ത് പോയി നമുക്ക് അവർക്ക് ദാഹജലം കൊടുക്കുവാനായിട്ട് നമ്മൾ 4 ട്രോളികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ട്രോളിയിൽ തന്നെ 500 കപ്പ് വെള്ളം കുടിക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഏതാണ്ട് 50 ലിറ്റർ 150 ml വെച്ചോ 175 ml വെച്ചോ ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ 500 കപ്പ് വെള്ളം കൊള്ളാവുന്ന ഒരു ക്യാനാണ് അതിലിരിക്കുന്നത്. അതിൽ 2 ടാപ്പുണ്ട്. അപ്പോൾ അത് രീതിയിൽ ഒരേ സമയം തന്നെ 8 പേർക്ക്, അത് 4 ട്രോളിൽ കൂടെ വളരെ ഫാസ്റ്റായിട്ട് വെള്ളം കൊടുക്കാനും, പിന്നെ ഇവിടെ വരുന്ന കൗണ്ടറിൽ വരുന്നവർക്ക് വെള്ളം കൊടുക്കാനും, പിന്നെ അതുകൂടാതെ തന്നെ ഗ്രൗണ്ടിലുള്ളവർക്കെല്ലാം ക്യാനിൽ കൊണ്ടുപോയി സേവാദൾസ് നമ്മുടെ ഡ്യൂട്ടിയിൽ കുറഞ്ഞതൊരു 60 സേവാദൾസ് ഒരു ദിവസം നോർമൽ കോഴ്സിൽ ഈ ദൗത്യ നിർവഹണം ചെയ്തു വരുന്നു. ഇത് ഏതാണ്ട് ഒരു 5 മണിക്കൂർ റെസ്റ്റാണ് സാധാരണ നമ്മളെടുക്കുക. തിരുവനന്തപുരം ജില്ലയിലെ 26 സമിതികളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ, യുവാക്കളും യുവതികളും മഹിളകൾ, പ്രത്യേകിച്ചും മഹിളകൾ ത്രൂ ഔട്ടാണ് ഈ സേവനം ചെയ്തു വരുന്നത്. കഴിഞ്ഞ 13 വർഷം കൊണ്ട് നമ്മൾ നിരന്തരമായി ചെയ്തു വരുന്ന ഈ ദേവിക്ക് സമർപ്പിക്കുന്ന ഭഗവാൻ സത്യസായി ബാബയുടെ സങ്കല്പത്തിൽ രൂപീകൃതമായ ഈ സത്യസായി സേവാ സംഘടനയുടെ മുഖമുദ്രയാണ് സേവനം. അത് ചെവി അറിയാതെ അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതും അതിനൊരവസരം തന്ന ആറ്റുകാൽ ഭഗവതി ദേവിക്ക് നന്ദി പറയുന്നു. ഇവിടുത്തെ സെക്രട്ടറിയും ആറ്റുകാൽ ഭഗവതി ട്രസ്റ്റ് ഭാരവാഹികൾക്കും സത്യസായി സേവാ സംഘടനയുടെ നമുക്കൊരു സേവനം ചെയ്യാനുള്ള അവസരം തന്നെ നമ്മളതിന് നന്ദി പ്രകടിപ്പിച്ചുകൊള്ളുന്നു. ആരും ഇവിടെ വരുന്ന ആരും ദാഹിച്ച് വലഞ്ഞു പോകരുത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 9 ദിവസമാണ് ഉത്സവമെങ്കിലും 3-ാം തീയതി ഉത്സവം തീരുമെന്നൊരു വാർത്തയുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഉത്സവം തീരുന്നത് ദേവി നടക്ക് തിരിച്ച് ശാസ്താവിനെ കണ്ടിട്ട് മടങ്ങി വരുന്ന 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്. ആളുകളെല്ലാം ഉത്സവം കഴിഞ്ഞ് പോയാലും ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ല. ഞങ്ങൾ ഈ ദേവി മടങ്ങി അകത്ത് കഴിഞ്ഞു പോകുമ്പോഴാണ് ഈ കുത്തിയോട്ടക്കാരും ഭക്തജനങ്ങളും ഒക്കെ ഇവിടെ നിറഞ്ഞിരിക്കുക. അന്ന് വരുന്ന എല്ലാവരും കാണാൻ കഴിയും. അപ്പം 10 ദിവസം 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയ ഈ ദാഹജല വിതരണം നമ്മൾ നിർത്തുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ സവിശേഷത. എല്ലാവരും പോയാലും ഇവിടെ ഒരു നിറസാന്നിധ്യമായിട്ടല്ലേ ഈ ഒരു സേവാ സംഘം കാണും. തീർച്ചയായിട്ടും അത് നമുക്ക് അതിനുള്ള ആരോഗ്യവും സൗകര്യങ്ങളും ഒക്കെ ദേവിയുടെയും ഭഗവാൻ സത്യസായി ബാബയുടെയും അനുഗ്രഹത്തോടു കൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നു. ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത് വളരെയധികം സന്തോഷം നമുക്കുണ്ട്. അത് ഓരോ ഭക്തജനങ്ങൾക്കും ഒരാൾക്ക് പോലും കുടിജലം കിട്ടാതെ വരുന്ന ഒരവസരം ഉണ്ടാകുന്നില്ല. അതും ഔഷധക്കുടി ഇന്നത്തെ കാലാവസ്ഥയിൽ ഏറ്റവും ആരോഗ്യപരമായ ചൂടുവെള്ളം തിളപ്പിച്ച് ചൂടാറ്റിയ ഔഷധക്കൂട്ട് ജലമാണ് നൽകി വരുന്നത്. തീർച്ചയായിട്ടും അതാണൊരു പ്രത്യേകത. സാധാരണ വെറുതെ എന്തെങ്കിലും ഒരു പതിമുഖമൊക്കെ ഇട്ടുള്ള വെള്ളമാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഔഷധക്കൂട്ടാണ് നമുക്ക് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്നത്. അതെ, ഔഷധക്കൂട്ടാണ്. ആ രാമച്ചുണ്ട്, നേരത്തെ പറഞ്ഞ KP നമ്പൂതിരീശിൻ്റെ പൊടിയുണ്ട്, പിന്നെ ഇത് ചുക്കുണ്ട്, സർവ്വസുഗന്ധി ഇലയുണ്ട്, ഇത്യാദികളെല്ലാം ഇട്ടാണ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് നമ്മൾ ഏതാണ്ട് ഒരു 15 ലക്ഷത്തോളം ഭക്തജനങ്ങൾക്ക്, ഒരു ഭക്തജനം തന്നെ പല പ്രാവശ്യം വാങ്ങിക്കും, പല ദിവസവും വരും. അങ്ങനെ 15 ലക്ഷത്തോളം ഏറ്റവും കുറഞ്ഞത് ഭക്തജനങ്ങളുടെ ദാഹം നമുക്ക് അടക്കാൻ സ്വാമി നമ്മുടെ കൈകളിലൂടെ സഹായിച്ചു എന്നുള്ളതിൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഈ ദാനം കൊടുക്കുന്നവർക്കാണ് കൂടുതൽ സന്തോഷം. അത് നമ്മൾ കൊടുക്കുന്നില്ല, ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹത്താൽ ഇങ്ങനെ ചെയ്യാൻ നമുക്കൊരു അവസരം തരും. ഇതെല്ലാം സത്യസായി സേവാ സംഘടന സേവാദൾസാണ്. ഇതിലെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററാണ് ജയചന്ദ്രൻ മണിക്കുട്ടൻ. ഇതെല്ലാം മഹിളകളാണ്. അവരെല്ലാം
തിരുവനന്തപുരം ജില്ലയിലെ പല സമിതികളിൽ നിന്നാണ്, 26 സമിതികളിൽ നിന്നും വരുന്ന സേവാദൾസാണ്, ലേഡീസും ജെൻസും. അപ്പം എന്താണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഭക്തർക്ക് അവരുടെ ദാഹം മാറ്റുക എന്താ പറയുന്നത്? അവർക്കുള്ളൊരു പ്രതിനിധിയുണ്ട്, അവർ അതിന് ഇതായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇത് ഫലം നിങ്ങൾക്ക് തന്നെ കിട്ടും. ഞങ്ങൾ ആറിച്ച് കൊടുക്കില്ല, തിളച്ച വെള്ളം ആറിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് അതിന് സംതൃപ്തി അടയുന്നുണ്ടെന്നാണ് ഓരോരുത്തരും ഒന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് മോശം കിട്ടും. ഞങ്ങളുടെ സ്വാമിയായി അത് ചെയ്യിക്കുന്നത്, വേറൊന്നുമല്ല. ആറ്റാലമ്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സ്വാമി അതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോരുന്നത്. ആ ഒരു പ്രവൃത്തിയുടെ സന്തോഷമില്ല എല്ലാവരുടെയും മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും ഇതിൻ്റെ ഒരു നല്ല ആരോഗ്യം കിട്ടുമെന്നുള്ളത് സ്വാമിയാൽ ഞങ്ങൾക്ക് ആരോഗ്യവും സംതൃപ്തിയും കിട്ടുന്നുണ്ട്. കുടിവെള്ളമല്ലേ കൊടുക്കേണ്ടത്, നമ്മളെ കടമയല്ലേ. ആർക്കും ദാഹിക്കുമ്പോഴത്തേക്ക് കുടിവെള്ളം കൊടുക്കണം. അതാണ് ഏറ്റവും സ്വാമി തന്നിട്ടുള്ള ഏറ്റവും വലിയ അത് നമുക്ക്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വന്ന് നമ്മളെല്ലാവരും മാറി മാറി വരും ഓരോ ദിവസവും. അങ്ങനെ വെളുപ്പിന് 5 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള വെളുപ്പിന് 5 മണിക്ക് ഇനി എത്തും, പിന്നെ എത്തും, വൈകുന്നേരം 5 മണിക്ക് പോകും. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷം വരെ നമ്മൾ ആക്ച്വലി കുറച്ചൊക്കെ വാട്ടർ ക്യാൻസ് തൂക്കിക്കൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഈ ഒരു ടൈമിൽ. ആക്ച്വലി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മളൊരു വീക്കെൻഡ്സും കൂടെ വരത്തില്ല, ആ സമയത്ത് ഒരുപാട് ക്രൗഡ് വരും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു അവസരമാണ്, നമ്മൾ അങ്ങനെ വേണം ഇതിനെ കാണാനായിട്ട്. കാരണം ഇപ്പം നമുക്ക് ആരോഗ്യമുണ്ട്, ഈ ആരോഗ്യമുള്ള സമയത്ത് വേണം നമുക്കിതൊക്കെ ചെയ്യാൻ. എങ്കിലേ നമ്മളുടെ ആരോഗ്യം ക്ഷയിച്ച് നമ്മൾ ഈ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും നമുക്ക് കൊണ്ട് തരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്താഗതിയിലോട്ട് നമുക്ക് സേവനം ചെയ്യാന്നുള്ള രീതിക്കാണ് പല കുട്ടികളും ഇവിടെ വരുന്നത്. അല്ല, ഇന്നത്തെ കാലത്ത് യുവാക്കളൊക്കെ ഓരോരുത്തരും അവരുടെ സ്വന്തം കാര്യം നോക്കി പോകുന്നതാണ് നമുക്ക് ഭൂരിപക്ഷവും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നിന്നും ഈ ഒരു സേവനം, ഈ ഒരു രംഗത്തേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? ആക്ച്വലി ശരിക്കും പറഞ്ഞപ്പോൾ പല കുട്ടികളും ഈ കർമ്മ എന്നൊക്കെ പറയുന്നല്ലോ ഇല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമുക്ക് തിരിച്ചു കിട്ടും, അത്രേ ഉള്ളൂ. നമ്മൾക്ക് ഭഗവാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനുള്ളത് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നമുക്ക് ആരോഗ്യമുണ്ട്, ഈ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ഇതേപോലത്തെ സർവീസ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. ആ സമയത്ത് നമ്മളുടെ മാക്സിമം പവർ യൂസ് ചെയ്യുക, സർവീസ് ആക്ടിവിറ്റീസിലോട്ട് നിൽക്കുക, ഓട്ടോമാറ്റിക്കലി നമ്മളെ കാര്യങ്ങളെല്ലാം സ്മൂത്താവും. പിന്നെ ഇപ്പോൾ പഠിത്തം പറയുന്നുണ്ട് കുറച്ച് കുട്ടികൾ, ഇല്ലെങ്കിൽ ഇപ്പോൾ വർക്കിന് പോകുന്നതിനെ പറ്റി പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കറക്റ്റായിട്ട് ചാർട്ട് ചെയ്ത് നമുക്ക് നടക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെ പോകാം.